ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ചപ്പാത്തിക്കും പത്തിരിക്കും പറ്റിയ ഒരു മുട്ടക്കറി തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അത് ഇതേപോലെ വരഞ്ഞെടുത്ത് നമുക്ക് മാറ്റി വയ്ക്കാം. ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. 1/2 ടീസ്പൂൺ കടുക് ഇടുക. കടുക് പൊട്ടിയതിന് ശേഷം അതിലോട്ട് 2 മീഡിയം സവോള അരിഞ്ഞത്, 3 അല്ലി വെളുത്തുള്ളി അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, 1/2 ടീസ്പൂൺ ഉപ്പ് എന്നിവയിട്ട് നന്നായി വഴറ്റുക. ഇത് നന്നായി വഴന്ന് ഒരു ബ്രൗൺ നിറം ആകുമ്പോൾ ഇതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല എന്നിവയിട്ട് നന്നായി പച്ചമണം മാറുന്നതുവരെ നമുക്ക് വഴറ്റാം. പച്ചമണം മാറിക്കഴിയുമ്പോൾ ഇതിലോട്ട് ഒരു ചെറിയ തക്കാളി അരിഞ്ഞത്, കുറച്ചു കരിവേപ്പില, 1/4 ടീസ്പൂൺ ഉപ്പ് എന്നിവയിട്ട് നന്നായി ഒന്ന് ഇളക്കിയതിനു ശേഷം നമുക്ക് ഇത് 2 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ഇനി നമുക്കിത് തുറന്നു നോക്കാം. ഇനി നമുക്കിതിലോട്ട് 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് ഒന്ന് ഇളക്കിയതിനു ശേഷം വീണ്ടും നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇനി നമുക്കിത് തുറന്നു നോക്കാം. ഒരു തവി വെച്ച് നന്നായി കഷ്ണങ്ങൾ ഉടച്ചതിനു ശേഷം ഇതിലോട്ട് 1/2 കപ്പ് ചൂടുവെള്ളം കൂടി ഒഴിച്ച് ഇത് നന്നായി ഒന്ന് തിളപ്പിക്കുക. ഇത് തിളച്ചതിനു ശേഷം മുട്ട ഓരോന്നായി ഇതിലോട്ട് ഇടുക. ഉപ്പ് നോക്കിയിട്ട് നമുക്ക് ആവശ്യത്തിന് ഇതിലോട്ട് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കരിവേപ്പില കൂടെ ചേർത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് ഇത് തിളച്ചതിന് ശേഷം നമുക്ക് ഇത് ഒരു പാത്രത്തിലോട്ട് പകർത്താം. അങ്ങനെ നമ്മുടെ മുട്ടക്കറി റെഡിയായിട്ടുണ്ട്. എല്ലാവർക്കും ഇത് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.